അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 അഹ്കാമുൽ ഇസ്ലാം 2024 കഴിഞ്ഞ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഉത്തരത്തിന്റെ നേരെയുള്ള ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. നോക്കൂ. 1. നോമ്പിന്റെ ഫർളുകൾ. ഓപ്ഷൻസ് 4, 2, 6. ശരി ഉത്തരം 2. രണ്ടാമത്തെ ചോദ്യം. ജുമുഅയ്ക്ക് വേണ്ട ആളുകൾ. ഓപ്ഷൻസ് 20, 10, 40. ശരി ഉത്തരം 40. 3. തറാവിഹ് നിസ്കാരം. ഓപ്ഷൻസ് 20 റക്അത്ത്, 11 റക്അത്ത്, 8 റക്അത്ത്. ശരി ഉത്തരം 20 റക്അത്ത്. 4. മഗ്രിബിനും ഇശാഇനുമിടയിലുള്ള നിസ്കാരം. ഓപ്ഷൻസ് ളുഹ, അവ്വാബീൻ, തസ്ബീഹ്. ശരി ഉത്തരം അവ്വാബീൻ. അഞ്ചാമത്തെ ചോദ്യം. റവാത്തിബ് നിസ്കാരം. ഓപ്ഷൻസ് 10 റക്അത്ത്, 20 റക്അത്ത്, 22 റക്അത്ത്. ശരി ഉത്തരം 22 റക്അത്ത്. ആറാമത്തത്. ഒന്നാമത്തെ അത്തഹിയാത്ത്. ഓപ്ഷൻസ് അബ്ഗാലു സുന്നത്ത്, ഫർള്, ഹൈആത്ത് സുന്നത്ത്. ശരി ഉത്തരം അബ്ഗാലു സുന്നത്ത്. രണ്ടാമത്തെ പ്രവർത്തനം. ചേരുംപടി ചേർക്കുക. 7. രണ്ടക്ഷരം മൊഴിയൽ. 8. ദിക്ർ വർദ്ധിപ്പിക്കൽ. 9. ബലികർമ്മം. 10. സഫ് ശരിയാക്കൽ. 11. സുഗന്ധം പൂശൽ. ഇപ്പുറത്ത് എ. നോമ്പിന്റെ സുന്നത്ത്. ബി. ജുമുഅയുടെ സുന്നത്ത്. സി. ജമാഅത്തിന്റെ സുന്നത്ത്. ഡി. വലിയ പെരുന്നാളിലെ പ്രധാന കർമ്മം. ഇ. നിസ്കാരം ബാത്തിലാകുന്ന കാര്യം. ഓരോന്നിനും ശരിയായ ഓപ്ഷന്റെ ലെറ്റർ നമ്മൾ ആ ബോക്സിൽ കൊടുക്കണം. 7. രണ്ടക്ഷരം മൊഴിയൽ. അതിന് ശരിയായത് ഇ. നിസ്കാരം ബാത്തിലാകുന്ന കാര്യം. 8. ദിക്ർ വർദ്ധിപ്പിക്കൽ. അതിന് ശരിയായത് നോമ്പിന്റെ സുന്നത്ത് എ. 9. ബലികർമ്മം. അതിന് ശരിയായത് ഡി. വലിയ പെരുന്നാളിലെ പ്രധാന കർമ്മം. 10. സഫ് ശരിയാക്കൽ. അതിന് ശരിയായത് സി. ജമാഅത്തിന്റെ സുന്നത്ത്. 11. സുഗന്ധം പൂശൽ. അതിന് ശരിയായത് ബി. ജുമുഅയുടെ സുന്നത്ത്. ഇ, എ, ഡി, സി, ബി. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷന്റെ ലെറ്റർ നിങ്ങൾ ആ ബോക്സിൽ എഴുതി കൊടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ പ്രവർത്തനം. പൂരിപ്പിക്കുക. 12. നിസ്കാര ശേഷം ഡേഷ് തവണ അൽഹംദുലില്ലാ ചൊല്ലണം. അവിടെ പൂരിപ്പിക്കേണ്ടത് 33. നിസ്കാര ശേഷം 33 തവണ അൽഹംദുലില്ലാ ചൊല്ലണം. 13. കുനൂത്ത് ഓതാൻ മറന്നാൽ ഡേഷ് ചെയ്യണം. അവിടെ പൂരിപ്പിക്കേണ്ടത് സഹ്വിന്റെ സുജൂദ്. കുനൂത്ത് ഓതാൻ മറന്നാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. 14. പെരുന്നാൾ നിസ്കാരത്തിൽ ഒന്നാം റക്അത്തിൽ ഡേഷ് തക്ബീർ ചൊല്ലണം. ഉത്തരം 7. പെരുന്നാൾ നിസ്കാരത്തിൽ ഒന്നാം റക്അത്തിൽ 7 തക്ബീർ ചൊല്ലണം. 15. വിത്ർ നിസ്കാരം കൂടിയത് ഡേഷ് റക്അത്താണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 11. വിത്ർ നിസ്കാരം കൂടിയത് 11 റക്അത്താണ്. 16. ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കൽ ഡേഷിക്ക് ഫർള് കിഫായയാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് പുരുഷന്മാർക്ക്. ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കൽ പുരുഷന്മാർക്ക് ഫർള് കിഫായയാണ്. 17. വെള്ളിയാഴ്ച ഡേഷ് സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് അൽ കഹ്ഫ്. വെള്ളിയാഴ്ച അൽ കഹ്ഫ് സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ അടുത്ത പ്രവർത്തനം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18. മീസാനിനെ നിറയ്ക്കുന്ന ദിക്ർ ഏത്? ഉത്തരം അൽഹംദുലില്ലാ. 19. ഒരു റക്അത്തിൽ മനഃപൂർവ്വം 2 റുകൂഅ് ചെയ്താൽ ഉത്തരം നിസ്കാരം ബാത്തിലാകും. 20. സുന്നത്തുകൾക്ക് ഫർളിന്റെ പ്രതിഫലം ലഭിക്കുന്ന മാസം. ഉത്തരം റമളാൻ മാസം. 21. നിസ്കാരത്തിനു ശേഷം ഖുത്ബ ഓതുന്ന ഒരു നിസ്കാരം. ഉത്തരം പെരുന്നാൾ നിസ്കാരം. 22. സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് ചൊല്ലണം. ഏത് നിസ്കാര ശേഷം? ഉത്തരം വിത്ർ നിസ്കാരത്തിന് ശേഷം. 23. സഫുകൾക്കിടയിൽ എത്ര അകലം വേണം? ഉത്തരം 3 മുഴത്തിലധികം. അടുത്ത പ്രവർത്തനം. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. നോമ്പ് തുറന്ന ഉടനെ എന്ത് ചൊല്ലണം? ഉത്തരം അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു ദഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്.
25-ാമത്തെ ചോദ്യം. വെള്ളിയാഴ്ച സുബഹിനു ശേഷം യാത്ര പോവൽ ഹറാമാണ്. ആർക്ക്? ഉത്തരം. ജുമുഅ നഷ്ടപ്പെടുമെന്ന് വന്നാൽ അവർ വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം യാത്ര പോവൽ ഹറാമാണ്. 26. 40 ദിവസം ഇമാമിന്റെ കൂടെ തക്ബീർ ലഭിച്ചവനുള്ള നേട്ടം. ഉത്തരം. 40 ദിവസം ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്നവന് നരകമോചനവും കാപട്യമോചനവും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. 27. പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം. ഉത്തരം. സൂര്യൻ ഉദിച്ച് പൊങ്ങിയത് മുതൽ ളുഹർ വരെ. 28. അഫല അകൂന അബ്ദൻ ഷക്കൂറ. ആര് ആരോട് ചോദിച്ചു? ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹായോട് ചോദിച്ചതാണിത്. 29. നിസ്കാരം ബാത്തിലാകും എപ്പോൾ? ഉത്തരം. നിസ്കാരത്തിന്റെ ഷർത്തിനും ഫർളിനും ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാകും. 30-ാമത്തെ ചോദ്യം. എപ്പോഴാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ആ സമയമാണ് എഴുതേണ്ടത്. ഉത്തരം. സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. അടുത്ത പ്രവർത്തനം. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31. റമളാൻ നോമ്പിന്റെ മഹത്വം. ഉത്തരം. സൽക്കർമ്മങ്ങൾക്ക് 700 ഇരട്ടി പ്രതിഫലം ലഭിക്കും. നോമ്പ് പിടിച്ചവന് അന്ത്യനാളിൽ റമളാൻ ശുപാർശ ചെയ്യും. ഒരു നോമ്പ് നോറ്റവന് നരകത്തിൽ നിന്ന് 70 വർഷത്തെ ദൂരത്തേക്ക് അള്ളാഹു അകറ്റും. ഈ പ്രതിഫലങ്ങൾ ലഭിക്കണമെങ്കിൽ ഫർളുകളും സുന്നത്തുകളും പാലിച്ച് നോമ്പനുഷ്ഠിക്കണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32. യൗമുൽ ജുമുഅയുടെ മഹത്വം. യൗമുൽ ജുമുഅ അതായത് വെള്ളിയാഴ്ച. അതിന്റെ ഉത്തരം നോക്കൂ. വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്. വിശ്വാസികളുടെ ആഘോഷ ദിവസമാണത്. പുരുഷന്മാർ നേരത്തെ പള്ളിയിൽ എത്തിച്ചേരും. വെള്ളിയാഴ്ചയിലെ ആദ്യ സമയം പള്ളിയിൽ എത്തുന്നവർക്ക് ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമുണ്ട്. പിന്നീട് വരുന്നവർക്ക് മാടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, ശേഷം വരുന്നവർക്ക് ആടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, തുടർന്ന് വരുന്നവർക്ക് കോഴിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, അതിനുശേഷം വരുന്നവർക്ക് കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലവും ലഭിക്കും. പ്രഭാതം മുതൽ ഇമാം ഖുത്ബയ്ക്ക് മിമ്പറിൽ കയറുന്നതുവരെയുള്ള സമയം 6 ഭാഗിച്ചു കൊണ്ടാണ് പ്രസ്തുത ക്രമം കണക്കാക്കുന്നത്. വെള്ളിയാഴ്ചയിൽ ദുആക്ക് ഇജാബത്തുള്ള ഒരു പ്രത്യേക സമയമുണ്ട്. ഒരാഴ്ചയുടെ പാപം പൊറുക്കാൻ ജുമുഅ കാരണമായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എത്രയാണ് നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്? ഇതോടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.